ഇപ്പം MA ഒക്കെ കഴിഞ്ഞല്ലോ, ജയിച്ച് ഒക്കെ വരുവാണെങ്കിൽ ഒരു നല്ല ജോലിയൊക്കെ കിട്ടി നല്ല മിടുക്കിയായിട്ട് വരണം എന്നൊക്കെ ടെലിഫോണിലാണ്, നേരിട്ടല്ല, ഞാൻ പറഞ്ഞ് ആ കുട്ടിയെ അയക്കുന്നു. അത് കഴിഞ്ഞിട്ടും ആ കുട്ടി അവരുടെ വീട്ടിൽ ചെന്ന് ഒരു അറ്റകൈ പ്രയോഗമൊക്കെ നടത്തി. പക്ഷെ നടത്തിയിട്ട് അവിടെ സൂയിസൈഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭീതിയൊക്കെ സൃഷ്ടിച്ചു. പക്ഷെ രാഹുലും അമ്മയും പറഞ്ഞു ഞങ്ങൾ കോടതി കേസ് കൊടുക്കും ഇങ്ങനെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ ചെയ്യാതിരിക്കണമെന്ന് ടീച്ചർ പറഞ്ഞതുകൊണ്ടാണ് ഇതുവരെ ഞങ്ങൾ ചെയ്യാത്തത്, തൻ്റെ ഭാവിയെ ഓർത്ത്. പിന്നെ അതുകൊണ്ട് ആ അമ്മ പറഞ്ഞു, ഒരു മാതൃവാത്സല്യത്തോടു കൂടി തന്നെ ആ അമ്മ പറഞ്ഞു, ഒരു കാരണവശാലും നടക്കാത്ത കാര്യത്തെപ്പറ്റി ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കരുത് മോള്, യു ഗോ ബാക്ക് എന്നും പറഞ്ഞ് അവർ ഒരു തരത്തിൽ തിരിച്ചയച്ചു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, രാഹുൽ ഈശ്വർ ഈ സാഹചര്യത്തിൽ, അപ്പം അമ്മ ഓഫീസിൽ പോകുന്ന സമയത്ത് ആ കുട്ടി രാഹുൽ ഈശ്വറിനെ കാണാൻ വരാൻ റെഡിയാണെന്ന് പല ആവർത്തി വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ ഞാനിവിടെ ഇല്ല, ഞാൻ വീട്ടിലില്ല, അങ്ങനെ പറഞ്ഞ് തള്ളി നീക്കി സൗഹൃദത്തിന് വേണ്ടി വരുന്നെന്ന് ആദ്യം വിചാരിച്ചതും അങ്ങനെ പോലും സമ്മതിച്ചില്ല, ഒറ്റയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെ ചെയ്ത ആ രാഹുൽ ഈശ്വർ എൻ്റെ വ്യക്തിത്വം ഏതെങ്കിലും തരത്തിൽ കളങ്കപ്പെട്ട വ്യക്തിത്വമായിരുന്നുവെങ്കിൽ ഈ സാഹചര്യം എത്രമാത്രം മുതലെടുക്കുമായിരുന്നു എന്നാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്.